മാസങ്ങളായി നീണ്ടുനിന്ന യുദ്ധത്തിനും രക്തച്ചൊരിച്ചിലിനും വിരാമം ഇട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായകമായ സമാധാന കരാർ ഒപ്പുവെക്കാൻ വെറും കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലോകത്തെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിനാശകരമായ പ്രസ്താവന. ഇറാനുമായുള്ള ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ തനിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഇറാൻ തങ്ങൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയാൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് മേൽ വീണ്ടും ശക്തമായ ആക്രമണം അഴിച്ചുവിടുമെന്നാണ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫ്രാൻസ് നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് നയതന്ത്ര ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് തന്റെ സ്വഭാവ ഗുണമുള്ള കടുത്ത ഭാഷയിൽ ഭീഷണി മുഴക്കിയത്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്തമായി മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു ട്രംപിന്റെ യുദ്ധപ്രഖ്യാപനത്തിന് സമാനമായ പ്രതികരണം പുറത്തുവന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ ഒപ്പുവയ്ക്കാൻ പോകുന്ന ധാരണാപത്രം ഒരു തരത്തിലും അന്തിമമായ ഒന്നല്ലെന്ന് ട്രംപ് ആവർത്തിച്ചു വ്യക്തമാക്കി. ഇത് വെറും ഒരു ധാരണാപത്രം മാത്രമാണ്. ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ തോന്നിയാൽ മുൻപ് ചെയ്തതുപോലെ തന്നെ ഇറാനെതിരെ തങ്ങൾ തിരിച്ചടിക്കുമെന്നും അവരുടെ തലയ്ക്ക് മുകളിലേക്ക് വീണ്ടും ബോംബുകൾ വർഷിക്കുമെന്നും ട്രംപ് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ട്രംപ് തന്റെ വാക്കുകൾ അവിടെ കൊണ്ടും അവസാനിപ്പിച്ചില്ല. കരാറിലെ കാര്യങ്ങൾ തനിക്ക് തൃപ്തികരമല്ലെന്ന് തോന്നുകയോ ഇനി അതല്ലെങ്കിൽ ഇറാൻ അന്താരാഷ്ട്ര തലത്തിൽ മാന്യമായി പെരുമാറാതിരിക്കുകയോ ചെയ്താൽ അവരുടെ തലയുടെ കൃത്യം നടുവിലേക്ക് തന്നെ ബോംബുകളിട്ട് തകർക്കാൻ തങ്ങൾ മടിക്കില്ലെന്ന് വളരെ ക്രൂരവും അതേസമയം തീക്ഷ്ണവുമായ ഭാഷയിലാണ് അദ്ദേഹം ആവർത്തിച്ചത്. മാസങ്ങളോളം നീണ്ടുനിന്ന കടുത്ത സൈനിക നീക്കങ്ങൾക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മിസൈൽ ആക്രമണങ്ങൾക്കും ഒടുവിലാണ് ലോകരാഷ്ട്രങ്ങളുടെ മധ്യസ്ഥതയിൽ ഒരു സമാധാന ചർച്ചയ്ക്ക് വഴി തുറന്നത്. ഇരുപക്ഷത്തു നിന്നും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഒരു ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ US-ഉം ഇറാനും സമ്മതിച്ചത്. എന്നാൽ ഈ ഔദ്യോഗിക ചടങ്ങിലേക്ക് കടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് സമാധാന ശ്രമങ്ങളുടെ നെഞ്ചിലേക്ക് കത്തികയറ്റുന്ന രീതിയിലുള്ള ട്രംപിന്റെ ഈ ഭീഷണിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര നയതന്ത്ര മേഖലയിൽ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തുള്ള പ്രതികരണം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനി വരും ദിവസങ്ങളിലെ പശ്ചിമേഷ്യയിലെ സമാധാനം നിലനിൽക്കുക. ട്രംപിന്റെ ഈ നിലപാട് കരാറിന്റെ ഭാവി തന്നെ അപകടത്തിലാക്കുമോ എന്ന രീതിയിലാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ. എന്നാൽ ട്രംപ് തന്റെ പഴയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം US-ഉം ഇസ്രായേലിനെയും ഒരേപോലെ 3 മാസം നേരിട്ട ശേഷമാണ് ഇറാൻ സമാധാന കരാറിലേക്ക് എത്തുന്നത്. യുദ്ധത്തിൽ കനത്ത നാശം ഇറാന്റെ സൈനിക ശേഷിക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ട്. ഇന്ധന വരുമാനത്തിലും ഇടിവ് വന്നു. ഇത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും യുദ്ധ സമയത്തും ഇറാന്റെ ഭരണം കൃത്യമായി നടന്നു എന്നുള്ളതാണ് ഇറാനിൽ ഉള്ളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. സർക്കാർ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടും സൈനിക സഹായവും അവശ്യ സാധനങ്ങളുടെ ലഭ്യതയും ഇറാൻ ഉറപ്പാക്കിയിട്ടുണ്ട്. വർഷങ്ങളായി ഉപരോധത്തിൽ തുടരുന്ന ഇറാൻ എങ്ങനെ പതറാതെ പണം എത്തിക്കാൻ സാധിച്ചു എന്നതാണ് കൗതുകരം. ഇറാനിൽ യുദ്ധം വലിയ നഷ്ടം വരുത്തിവെച്ചിട്ടുണ്ട്. $270 ബില്യൺ സാമ്പത്തിക നഷ്ടമെന്നാണ് ഇറാൻ സർക്കാരിന്റെ കണക്ക്. ഈ വർഷം ഇറാന്റെ സാമ്പത്തിക വളർച്ച 6.1% ഇടിയുമെന്നാണ് ഐക്യരാഷ്ട്രസഭ കരുതുന്നത്. രാജ്യത്തെ വിലക്കയറ്റം 77% കടന്നുവെങ്കിലും പണത്തിന് വരവ് നിലയ്ക്കാതിരിക്കാൻ ഇറാന് സാധിച്ചത് വർഷങ്ങളായി ഉപരോധങ്ങളെ നേരിട്ടുള്ള പരിചയവും ബദൽ വ്യാപാര ശൃംഖലകളിലൂടെയുള്ള ഇടപാടും എണ്ണ വരുമാനവുമാണ്.